ക്രൈംബ്രാഞ്ച് മേധാവി ADGP എച്ച് വെങ്കടേഷിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ വനിതാ DIG ഇരയായ തിരുവനന്തപുരം സ്വദേശിനിയോട് ഫോണിൽ ബന്ധപ്പെട്ടതിന് പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെട്ട ഗർഭചിത്ര ആരോപണങ്ങളിൽ പ്രത്യേക അന്വേഷണ സംഘം നടപടികൾ വേഗത്തിലാക്കിയത്. 26-കാരിയായ ഇരയായ യുവതിയുമായി ആഴ്ചകൾക്ക് മുമ്പ് നേരിൽ സംസാരിക്കുകയും തുടർന്ന് സമൂഹ മാധ്യമത്തിലൂടെ അവരുടെ ദുരനുഭവം പുറം ലോകത്തോട് പങ്കുവെക്കുകയും ചെയ്ത വനിതാ മാധ്യമ പ്രവർത്തകയെ കൊച്ചിയിൽ നേരിൽ കണ്ടാണ് അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം വിശദമായ മൊഴി രേഖപ്പെടുത്തിയത്. രാഹുലിനെതിരായ ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതായി മൊഴി നൽകിയ മാധ്യമ പ്രവർത്തക നിർണായക തെളിവുകളും ക്രൈംബ്രാഞ്ചിന് കൈമാറിയതായാണ് വിവരം. പുറത്തുവന്ന വിവാദ ശബ്ദരേഖകളുടെ പൂർണ്ണരൂപം ഉൾപ്പെടെയുള്ള തെളിവുകൾ അന്വേഷണ സംഘത്തിന് ഇവർ നൽകിയിട്ടുണ്ട്. ഗർഭചിത്രം നടത്തിയ യുവതിയുടെ വെളിപ്പെടുത്തലുകളും ശബ്ദരേഖയിൽ ഉള്ളതായാണ് സൂചന. സംഭവം പുറംലോകം അറിഞ്ഞാൽ താൻ ആത്മഹത്യ ചെയ്യുമെന്ന് രാഹുൽ ഭീഷണിപ്പെടുത്തിയിരുന്നതായും അന്വേഷണ സംഘത്തിന് കൈമാറിയ ശബ്ദരേഖയിൽ ഇരയായ യുവതി വെളിപ്പെടുത്തുന്നുണ്ട്. മാനസികാരോഗ്യം വീണ്ടെടുത്ത ശേഷം ക്രൈംബ്രാഞ്ച് അന്വേഷണത്തോട് യുവതി സഹകരിച്ചാൽ കൈവശമുള്ള കൂടുതൽ തെളിവുകൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറാമെന്നും മാധ്യമപ്രവർത്തക വ്യക്തമാക്കിയതായാണ് സൂചന. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. വി അരുൺ നൽകും കൂടുതൽ വിവരങ്ങൾ. അരുൺ, നമുക്കറിയാം അരുണിലേക്ക് വരാം. എന്തായാലും നിലവിൽ ഈ കേസിൽ പരാതിക്കാരികളില്ല. പക്ഷേ ഈ ഇരയായ പെൺകുട്ടിയിൽ നിന്ന്, ഗർഭചിത്രത്തിന് വിധേയായ പെൺകുട്ടിയെ നേരിട്ട് കണ്ട് സംസാരിച്ച മാധ്യമപ്രവർത്തക തന്നെയാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് മുൻപിൽ മൊഴി നൽകിയത്. വി അരുൺ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന വിഷയം ഇതാണ്. നിലവിൽ ഈ കേസിൽ പരാതിക്കാരില്ല ക്രൈംബ്രാഞ്ചിന് മുൻപിൽ. പക്ഷേ ഈ ഇരയായ ഗർഭചിത്രം നടത്തിയ പെൺകുട്ടിയുമായി മാധ്യമപ്രവർത്തക നേരിൽ സംസാരിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ ക്രൈംബ്രാഞ്ചിന് നൽകി എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതുമാത്രമല്ല, ചില തെളിവുകൾ കൈമാറി എന്നും പറയുന്നു. ഈ പരാതിക്കാരില്ലാത്ത സാഹചര്യത്തിൽ പോലും ഇത്തരത്തിലൊരു സംഭവവുമായി ബന്ധപ്പെട്ട് കൃത്യമായ തെളിവുകൾ കൈമാറുന്നു. തനിക്കറിയാവുന്ന വിവരങ്ങൾ, ആ പെൺകുട്ടി നൽകിയ വിവരങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപിൽ പങ്കുവയ്ക്കുന്നു മാധ്യമപ്രവർത്തക. അങ്ങനെയാകുമ്പോൾ ഇനി ഈ കേസിന്റെ ഗതി അത് ഏത് തരത്തിലാകും? ഈ മൊഴിയെടുപ്പ് ഏത് തരത്തിൽ സ്വാധീനിക്കും കേസ്? പ്രധാനപ്പെട്ട ഒരു വഴി തുറന്നിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് എത്താൻ. അതും നിർണായകമായ കാര്യമാണ്. നേരത്തെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമെന്നത് കൃത്യമായ ഒരു പരാതി രാഹുൽ മാങ്കൂട്ടത്തിന് ഇതുവരെയും ലഭിച്ചിട്ടില്ല. ഇരകളിൽ ചിലർ മൊഴി നൽകിയെങ്കിൽ പോലും അവർ പരാതിയുമായി മുന്നോട്ട് പോകാൻ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഗർഭചിത്രം നടത്തിയ യുവതിയെ നേരിൽ കണ്ട് സംസാരിച്ച മാധ്യമപ്രവർത്തകയുടെ നിന്നാണ് ഇന്നലെ അന്വേഷണ സംഘം ക്രൈംബ്രാഞ്ച് മൊഴിയെടുത്തിരിക്കുന്നത്. കൊച്ചിയിൽ നിന്നാണ് ഇന്നലെ ഈ മൊഴി രേഖപ്പെടുത്തിയത്. വളരെ കൃത്യമായ വിവരങ്ങൾ ഈ മാധ്യമപ്രവർത്തക പോലീസിന് കൈമാറി. അതായത് തനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ, ഇരയിൽ നിന്ന് താൻ നേരിട്ട് അറിഞ്ഞ കാര്യങ്ങൾ അന്വേഷണ സംഘത്തോട് നേരത്തെ അവർ മാധ്യമങ്ങളിലൂടെ, ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയും ഒക്കെ തൻ്റെ നിലപാട്, താൻ ഈ ഇരയെ കണ്ട കാര്യവും അവളുടെ സാഹചര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു. അതൊക്കെ സാധൂകരിക്കുന്ന, അതൊക്കെ ശരിവയ്ക്കുന്ന, അതൊക്കെ സ്ഥിരീകരിക്കുന്ന മൊഴിയാണ് ഇന്നലെ മാധ്യമപ്രവർത്തക അന്വേഷണ സംഘത്തിന് നൽകിയത്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് നിർണായകമായ ചില ശബ്ദരേഖകൾ കൂടി ഇവർ കൈമാറിയെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിശ്വസനീയമായ വിവരം. അതായത് ഈ ഇരയോട് സംസാരിക്കുമ്പോൾ അവർ ഈ കാര്യങ്ങളെപ്പറ്റി, രാഹുൽ മാങ്കൂട്ടത്തിനായുള്ള ബന്ധത്തെപ്പറ്റിയും ഈ ഗർഭിണിയായതും അതിനുശേഷം ഗർഭചിത്രത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രേരിപ്പിച്ചതും അതിനുള്ള മരുന്ന് നൽകിയതും അടക്കമുള്ള കാര്യങ്ങൾ ഈ ശബ്ദരേഖയായി തന്നെ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. വളരെ നിർണായകമായ തെളിവുകൾ കൂടി ഈ വിഷയത്തിൽ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. സ്വാഭാവികമായും അന്വേഷണ സംഘത്തിന് ഇനി രാഹുലിലേക്ക് എത്താൻ കുറച്ചുകൂടി കാര്യങ്ങൾ എളുപ്പമാകുന്നു. ഇതുവരെ കൃത്യമായൊരു പരാതിയോ അല്ലെങ്കിൽ ഈ വിവരം നേരിട്ടറിയാവുന്നവരുടെ മൊഴിയോ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അത്തരത്തിലൊരു മൊഴിയാണ് ഇരയെ നേരിൽ കണ്ട് സംസാരിച്ച് അവരുടെ മാനസികാവസ്ഥ, അവർ കടന്നുപോയ ട്രോമ, അവരും രാഹുലുമായുള്ള ബന്ധത്തിൽ കൃത്യമായ തെളിവുകളടക്കം അറിയാവുന്ന ഒരാളുടെ മൊഴിയാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. അത് അന്വേഷണ സംഘത്തിന് വലിയ ഒരു ഊർജ്ജം നൽകുമെന്നാണ് പൊതുവിൽ പ്രതീക്ഷിക്കപ്പെടുന്നത്. സ്വാഭാവികമായും ഈ മൊഴി തന്നെ വിശ്വാസത്തിലെടുത്തുകൊണ്ട്, അത് തെളിവായി എടുത്തുകൊണ്ട് അന്വേഷണ സംഘത്തിന് മുന്നോട്ട് പോകാം എന്നാണ് അവർ നൽകുന്ന ഇപ്പോൾ. അരുൺ, അങ്ങനെയാകുമ്പോൾ ഈ മാധ്യമപ്രവർത്തകയുടെ മൊഴി അന്വേഷണ സംഘത്തിന് രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് എത്താനുള്ള നിർണായകമായ വഴി എന്ന് തന്നെ പറയാൻ പറ്റുമോ ഈ ഘട്ടത്തിൽ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ കരുതണം. അങ്ങനെ തന്നെയാണ് അന്വേഷണ സംഘവും വിശ്വസിക്കുന്നത്. അവരുമായി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതുതന്നെയാണ്.
അവരിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് എത്താനുള്ള കൃത്യമായ വഴി തുറക്കുകയാണ് ഈ മാധ്യമപ്രവർത്തകയുടെ മൊഴി. നേരത്തെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി ഉണ്ടായേക്കില്ല, ഇത്തരം സംഭവങ്ങൾ കെട്ടുകഥയാണ് എന്നൊരു പ്രചരണം വലിയ രീതിയിൽ സൈബർ ഇടങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിനും അയാളെ അനുകൂലിക്കുന്നവരുടെ ഒരു സൈബർ പടയും ഒക്കെ അഴിച്ചുവിട്ടിരുന്നു. ആ സമയത്താണ് ഈ മാധ്യമപ്രവർത്തക പെൺകുട്ടിയെ കണ്ടത്. ആദ്യം വന്നത് അവർ ആ കേസ് ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ചു എന്ന തരത്തിലുള്ള വിമർശനമാണ് അവർക്കെതിരെ ഉയർന്നത്, ആരോപണമാണ് ഉയർന്നത്. പക്ഷേ അങ്ങനെയല്ല, കൃത്യമായി ഇരയെ കണ്ടത് മാധ്യമപ്രവർത്തക നിലയിൽ തന്നെയാണ്. അതിൽ അവൾക്കൊപ്പം നിൽക്കുന്നു, അവളുടെ ട്രോമ മനസ്സിലാകുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഘട്ടത്തിലും പിന്മാറില്ല, പറയേണ്ട കാര്യം കൃത്യമായി ഇവിടെ പറയാൻ തയ്യാറാണെന്ന മാധ്യമപ്രവർത്തക വെളിപ്പെടുത്തലാണ് അന്ന് തന്നെ അന്വേഷണ സംഘത്തിന് ഒരു പുതിയ വഴി തുറന്നത്. ഇപ്പോൾ അവരുടെ മൊഴി കൂടി അതേ രീതിയിൽ ഒരു അല്പം പോലും മാറാതെ നേരത്തെ പറഞ്ഞ നിലപാട് ഉറച്ചു നിന്നുകൊണ്ട് അതിനപ്പുറത്തേക്ക് കൂടുതൽ തെളിവുകൾ കൂടി കൈമാറിക്കൊണ്ട് ആ മാധ്യമപ്രവർത്തകർ നൽകിയ മൊഴി രാഹുൽ മാങ്കൂട്ടത്തിലേക്കുള്ള അന്വേഷണ സംഘത്തിന്റെ വഴി വലിയ രീതിയിൽ വെട്ടിത്തുറക്കുമെന്ന ഉറപ്പാണ്. മാത്രമല്ല, ഇര പരാതിയുമായി രംഗത്ത് വന്നാൽ, ഇര പരാതി നൽകാൻ തയ്യാറായാൽ ഇതുമായി ബന്ധപ്പെട്ട് തനിക്ക് ലഭിച്ചുള്ള തെളിവുകൾ, കൂടുതൽ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് കൈമാറാമെന്ന ഉറപ്പും ഇന്നലെ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിൽ കൊച്ചിയിൽ വെച്ച് നടന്ന മൊഴിയെടുപ്പിൽ ഈ മാധ്യമപ്രവർത്തകർ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അന്വേഷണം കുറച്ചുകൂടി വേഗത്തിൽ മുന്നോട്ട് പോകാൻ തന്നെയാണ് സാധ്യത. ഇവർ കൈമാറിയ തെളിവുകൾ അന്വേഷണ സംഘം പരിശോധിക്കും. അതിനുശേഷം കൂടുതൽ തെളിവുകൾ വേണമെങ്കിൽ അവരെ വീണ്ടും സമീപിക്കും. ഇരയുമായും ഇതിനകം തന്നെ അന്വേഷണ സംഘത്തിലെ പ്രധാനികൾ തന്നെ ചർച്ച നടത്തുന്നുണ്ട്. ഇരയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ സ്വാഭാവികമായും വളരെ പ്രായം കുറഞ്ഞ പെൺകുട്ടിയാണ്. അവർക്ക് ഇത്തരത്തിലൊരു പ്രബലനായ ഒരു രാഷ്ട്രീയ നേതാവ്, ഇത്രയധികം സ്വാധീനമുള്ള ഒരു MLA, മാത്രമല്ല സൈബർ ഇടങ്ങളിൽ വലിയ രീതിയിൽ എതിരാളികളെ ആ രീതിയിൽ അവഹേളിക്കുന്ന ഒരു സൈബർ പട നേരിട്ടല്ലെങ്കിൽ പോലും നേതൃത്വം കൊടുക്കുന്ന ഒരാൾക്കെതിരെ രംഗത്ത് വരുമ്പോൾ ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങളുണ്ട്, ഭയമുണ്ട്, ഭീതിയുണ്ട്. അത് വേണ്ട എന്ന തരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ തന്നെ ഈ പെൺകുട്ടിയുമായി ഇതിനകം സംസാരിച്ചിട്ടുണ്ട് വേണം മനസ്സിലാക്കാൻ. ഉറച്ചു നിൽക്കാൻ നമ്മൾ കേട്ടതാണ് പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ. ഒന്നാം ഘട്ടം കഴിഞ്ഞു, രണ്ടാം ഘട്ടം കഴിഞ്ഞു, മൂന്നാം ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു വരുന്നത് നടക്കും നമ്മൾ കണ്ടതാണ്. നിയമസഭയിലേക്കുള്ള അദ്ദേഹത്തിന്റെ എൻട്രി നമ്മൾ കണ്ടതാണ്. ഇതേ ഘട്ടത്തിൽ തന്നെയാണ് രാഹുലിനെ ചേർത്ത് പിടിക്കാനുള്ള കോൺഗ്രസിൽ നിന്നുള്ള ആളുകളുടെ ശ്രമവും ഒരു വശത്ത് നടക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനമായി മാധ്യമപ്രവർത്തകരുടെ അടക്കം ചോദ്യത്തിൽ നിന്ന് പലതവണ ഒഴിഞ്ഞു മാറുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. ഈ ശബ്ദം താങ്കളുടേതാണെന്നുള്ള ചോദ്യത്തിന് പോലും അദ്ദേഹം അതൊരു നെവർ മൈൻഡ് ആക്കി കൊണ്ടുപോയത് നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തിന് ഉത്തരമുണ്ടായിരുന്നില്ല, അത് നിഷേധിച്ചിട്ടുമില്ല എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. അപ്പോഴൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ധൈര്യം എന്ന് പറയുന്നത് തനിക്കെതിരെ പരാതി നൽകാൻ ആരുമുണ്ടായിരുന്നില്ല, ഒരു പരാതിക്കാരി പോലും ഇല്ല എന്നത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ധൈര്യം. പക്ഷേ ഇപ്പോഴും ആ സാഹചര്യത്തിന് മാറ്റം വന്നിട്ടില്ല, അത് ശരിയാണ്. പക്ഷെ അപ്പോൾ പോലും ആ പരാതിക്കാരി, ആ ഇരയായ പെൺകുട്ടിയെ നേരിൽ കണ്ട ഒരു മാധ്യമ പ്രവർത്തക തന്നെയാണ് അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയത്. അപ്പോൾ ഇനി അങ്ങനെ അത്ര പെട്ടെന്നൊന്നും ഒഴിഞ്ഞു മാറാൻ അല്ലെങ്കിൽ ഈ കുരുക്കഴിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന് സാധിക്കില്ല എന്ന് തന്നെ പറയാം, അല്ലേ? തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിന്റെ വലിയ ആത്മവിശ്വാസവും വലിയ ധൈര്യവും ഒക്കെ തനിക്കെതിരെ പരാതി നൽകാൻ ആരുമില്ല, ആരും പരാതിയുമായി രംഗത്ത് വരില്ല. ഇപ്പോഴും അന്വേഷണം കരുതുന്നത് ഈ ഇരകളുമായി ഇപ്പോഴും നിരന്തര സമ്പർക്കം രാഹുൽ മാങ്കൂട്ടത്തിന് പുറത്തുണ്ട്. അവരെ പരാതി നൽകുന്നതെന്ന് പ്രേരിപ്പിക്കാൻ പല വഴികൾ അയാൾ സ്വീകരിക്കുന്നുണ്ട്. അത് ഒരുപക്ഷെ നേരത്തെയുള്ള ബന്ധത്തിൻ്റെ ആ ബന്ധം വെച്ചുള്ള ഒരു സ്നേഹപൂർവ്വമായ ഇടപെടലാകാം, അല്ലെങ്കിൽ സമ്മർദ്ദമടക്കമുള്ള സൈബർ മാധ്യമങ്ങളിലെ ആക്രമണം അടക്കമുള്ള സമ്മർദ്ദങ്ങളാകാം. ഏതായാലും കൃത്യമായി ഇരകളുമായി ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിലോ അയാളുമായി ബന്ധമുള്ളവരോ ഇടപെടുന്നുണ്ട്, ബന്ധപ്പെടുന്നുണ്ട് എന്ന് അന്വേഷണ സംഘം കരുതുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിശ്വാസവും തന്നെയാണ് തനിക്കെതിരെ പരാതി പറയാൻ ഇവരിൽ ഒരാൾ പോലും രംഗത്ത് വരില്ല. പക്ഷെ അവിടെയാണ് ഈ മാധ്യമപ്രവർത്തകരുടെ ഒരു ഇടപെടലും മാധ്യമപ്രവർത്തകരുടെ സാന്നിധ്യവും രാഹുലിനെ വെല്ലുവിളിയാകുന്നത്. വളരെ കൃത്യമായി ഇരയെ നേരിൽ കണ്ട് ഇരയുടെ യഥാർത്ഥ അവസ്ഥ, യഥാർത്ഥ പ്രശ്നങ്ങൾ അറിഞ്ഞവരാണ് അവർ പല തെളിവുകളും അവർക്ക് ഈ പെൺകുട്ടി കൈമാറിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അത് മാത്രവുമല്ല, ഈ പെൺകുട്ടി ഇവരോട് സംസാരിക്കുന്നതിൻ്റെ ശബ്ദരേഖ അടക്കമുണ്ട്. അതുകൂടി അന്വേഷണ സംഘത്തിന് കൈമാറുമ്പോൾ സ്വാഭാവികമായും രാഹുലിലേക്ക് എത്താനുള്ള വലിയ ഒരു തെളിവായി അത് മാറും. ഇനിയും ഭവ്യ സൂചിപ്പിച്ചവരെ പൂർണ്ണമായും രാഹുലിനെ അറസ്റ്റ് ചെയ്യാനോ ഈ കേസിൽ മറ്റു തരത്തിലേക്ക് മാറ്റാനോ ഒക്കെയുള്ള തെളിവുകളായത് മാറുമോ എന്ന് വ്യക്തമല്ല. അതിൽ ഇനിയും തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനം ഇരകളുടെ പരാതികൾ ലഭിക്കേണ്ടതുണ്ട്. അതിനു മുമ്പ് തന്നെ ഇത്തരത്തിൽ രാഹുലിലേക്ക് എത്താനുള്ളൊരു വഴിയായി ഇത് മാറുമെന്ന ഉറപ്പാണ്. ഈ പെൺകുട്ടി പരാതി ഉറച്ചു നിന്നാൽ, അല്ലെങ്കിൽ പരാതിയുമായി അന്വേഷണത്തിന് മുന്നിലെത്തി അതിനുള്ള ശ്രമങ്ങൾ കൂടി ഇപ്പോൾ അന്വേഷണം നടത്തുന്നുണ്ട്. കാരണം ഈ ഭയന്നും ആശങ്കയോടെയും മാറി നിൽക്കുന്ന സാഹചര്യമുണ്ട്. ഇത് അതിജീവിക്കാൻ കഴിയുമെന്ന ഭീതിയുണ്ട്. അതൊക്കെ മറികടക്കാനുള്ള ശ്രമങ്ങൾ കൂടി അന്വേഷണ സംഘത്തിൻ്റെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും ഭാഗത്ത് ഉണ്ടാകുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് കൃത്യമായി തന്നെ വഴി തുറക്കും. കൂടുതൽ കടുത്ത നടപടികളിലേക്ക് രാഹുലിനെതിരെ പോകാനും അന്വേഷണ സംഘത്തിന് കഴിയുമെന്ന് വേണം മനസ്സിലാക്കാൻ. ശരി, ബി വി അരുണാണ് വിശദ വിവരങ്ങൾ നൽകിയത്.